ഗായകൻ വിജയ് മാധവിന് രണ്ടാമതായി ഈ അടുത്താണ് മകൾ ജനിച്ചത്. ഓം പരമാത്മ എന്നാണ് വിജയ് മാധവ് മകൾക്ക് പേര് നൽകിയത്. ഏറെ വ്യത്യസ്തമായ ഒരു പേരായതുകൊണ്ട് ഈ പേര് പുറത്തുവിട്ടപ്പോൾ തന്നെ വൈറലായി മാറി. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാവുകയും വിജയ്ക്ക് വലിയ രീതിയിൽ ആളുകളിൽ നിന്നും വിമർശനങ്ങളൊക്കെ ഈ ഒരു പേരിട്ടതിന്റെ പേരിൽ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. വിജയ് മാധവ് സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയ പേരാണിതെന്നും ഭാര്യ ദേവികയ്ക്ക് ആ പേര് തൃപ്തി നൽകിയിട്ടില്ല എന്നത് അവരുടെ മുഖത്ത് നിന്ന് വ്യക്തമാണെന്നുമെല്ലാം കമന്റുകൾ വരികയും ചെയ്തു. ഇത്തരമൊരു പേര് ഒരു പെൺകുഞ്ഞിനു വേണ്ടി വിജയ് കണ്ടെത്തിയത് അന്ധവിശ്വാസിയായതുകൊണ്ടാണെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ തന്നെ വിമർശിച്ചു വന്ന കമന്റുകൾക്കും തന്റെ മകൾക്ക് ഇത്തരത്തിലൊരു പേരിടാനുണ്ടായ കാരണങ്ങളും പുതിയ വീഡിയോയിൽ വിജയ് മാധവ് പങ്കുവച്ചിരിക്കുകയാണ്. നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് കുഞ്ഞിന് ഓം പരമാത്മ എന്ന് താൻ പേരിട്ടതെന്നും ഭാവിയിൽ ഈ പേര് മകൾ മാറ്റിയാൽ താൻ തടയാൻ പോവുകയില്ലെന്നും വിജയ് പറയുന്നു. മുൻപ് മൂത്ത മകന് പെൺകുട്ടികൾക്കിടുന്ന പേരായ ആത്മജ മഹാദേവ് എന്ന പേരിട്ടതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നവരാണ് ഗായകൻ വിജയ് മാധവും നടി ദേവിക നമ്പ്യാരും. ഇപ്പോഴത്തെ രണ്ടാമത് ജനിച്ച പെൺകുഞ്ഞിന് ഓം പരമാത്മ എന്ന് പേരിട്ടതിന്റെ പേരിലും സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുകയാണ് ഇരുവരും. ഇക്കഴിഞ്ഞ ജനുവരി 30-നാണ് ദേവിക നമ്പ്യാർ രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. മകന് കൂട്ടായി ഒരു അനിയത്തിക്കുട്ടി വന്ന വിവരം താരങ്ങൾ തന്നെയാണ് പുറം ലോകത്തെ അറിയിച്ചതും. ഇതിനു പിന്നാലെ തന്നെ ആശുപത്രിയിൽ വെച്ച് തന്നെ മകൾക്ക് ഇട്ട പേരും ഇരുവരും വെളിപ്പെടുത്തി. എന്നാൽ ഈ പേര് ഇപ്പോൾ മുൻപത്തേതിലും വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല എന്നും വിജയ് മാധവ് നേരത്തെ പറഞ്ഞിരുന്നു. ഡെലിവറി അറിഞ്ഞതിനു ശേഷം തന്റെ പരിചയക്കാരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എന്തിനേറെ പറയുന്നു തന്റെ സ്വന്തം പെങ്ങൾ പോലും ചോദിച്ചുകൊണ്ടിരുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നായിരുന്നില്ല, കുട്ടിക്കിട്ട പേരെന്താണെന്നായിരുന്നു എന്നാണ് വിജയ് പറയുന്നത്. ആശുപത്രിയിൽ വെച്ച് വരെ എല്ലാവരും കുഞ്ഞിന്റെ പേര് ചോദിച്ചു. ഡെലിവറിക്ക് മുൻപ് ചെക്കപ്പിന് വന്നപ്പോൾ മുതൽ കുട്ടിക്ക് എന്താണ് പേര് നൽകുവാൻ പോകുന്നതെന്ന് അവരും ചോദിച്ചു. അപ്പോഴാണ് താൻ മനസ്സിലാക്കിയത് കുഞ്ഞിന്റെ പേരറിയുവാൻ ആളുകൾക്ക് ഇത്രയേറെ ആകാംക്ഷയുണ്ടെന്ന്. ആദ്യത്തെ കുഞ്ഞിന് പേരിട്ടപ്പോഴുണ്ടായ കോലാഹലങ്ങളാണ് ഇപ്പോഴുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് പിന്നിലെന്ന് തനിക്കറിയാം. അതുകൊണ്ട് തന്നെ പേരുകളൊന്നും താൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതല്ല എന്നാണ് വിജയ് മാധവ് പറയുന്നത്. തന്റെ വിഷനിൽ വന്നതാണ് ഈ പേര്. തന്റെ ചിന്തയിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നുവെന്നാണ് താൻ വിശ്വസിക്കുന്നത്. ഇപ്രാവശ്യവും തന്റെ ചിന്തയിൽ വന്ന പേരാണ് താൻ മകൾക്കായി ഇടുന്നത്. ദേവികയുടെ മാത്രമാണ് പേര് നേരത്തെ താൻ പറഞ്ഞിരുന്നത്. അത് കേട്ടപ്പോൾ ഇത് ആത്മജയ്ക്ക് മുകളിൽ പോകുമല്ലോ എന്നാണ് ദേവിക പറഞ്ഞതെന്നും വിജയ് മാധവ് വെളിപ്പെടുത്തി. അതേസമയം മകളുടെ പേര് വെളിപ്പെടുത്തിയ വിജയുടെ വീഡിയോയ്ക്ക് കീഴിൽ നിരവധി പേർ ഇയാളെ വിമർശിച്ചുകൊണ്ടാണ് കമന്റുകൾ ചെയ്യുന്നത്. മാതാപിതാക്കൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മക്കളുടെ പേരിടലെന്നും അതൊരു കുട്ടിയുടെ ഐഡന്റിറ്റി ആണെന്നുമാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇത്തരത്തിൽ പേരിടുന്നതിന്റെ പേരിൽ പരിഹാസപാത്രമാവാൻ മക്കൾക്ക് ഇടവരുത്തരുത്. ഇത് വളരെ കൂടിപ്പോയെന്നാണ് ഒരാൾ പറയുന്നത്. ഓം എന്ന് ആൺകുട്ടികളും നോർത്ത് ഇന്ത്യയിൽ പേരിടും, എന്നാൽ പക്ഷെ പെൺകുട്ടികൾക്ക് പോലും ഒരിക്കലും അവരും ഇടാറില്ല. ഇതിന്റെ കൂടെ പരമാത്മ എന്നും. ഇത് ഭക്തിയല്ല, ഒരുതരം സൈക്കോസിസ് ആണ്. ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പേരും പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ പേരും ഇട്ടു. ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ആൺകുട്ടിക്ക് ആത്മജ എന്ന പേരിട്ടതെന്ന് തോന്നുമെന്നും ചിലർ കുറിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഈ കുട്ടികളോട് പേരിടലിൽ കൂടെ ചെയ്തത് ദ്രോഹം വല്ലാത്തത് തന്നെയാണ്. ക്ലാസ്സിൽ ഹാജർ വിളിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പരിഹാസച്ചിരിയുടെ അകമ്പടികൾ കേൾക്കണം. പേരുമാറ്റൂ, ഇനിയും സമയമുണ്ട്. ആ മോള് പാവം, പേര് കൊണ്ട് കുറെ അനുഭവിക്കുമെന്നൊക്കെയുള്ള കമന്റുകളും വന്നിരുന്നു. അതേസമയം തന്നെ ആത്മജ മഹാദേവ് എന്ന പേര് ആൺകുഞ്ഞിന് ചേരുന്നില്ല എന്നും പെൺകുട്ടികളുടെ പേരായാണ് തോന്നുന്നതെന്നുമായിരുന്നു മുൻപ് കമന്റുകൾ വന്നത്. ആത്മജ മഹാദേവ്, ഓം പരമാത്മ രണ്ടും യൂണിക് നെയിംസ് തന്നെയാണ്. പക്ഷേ കേൾക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ആൺകുട്ടിയുടെ പേര് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ പേര് ആൺകുട്ടിക്കും ഇടാമായിരുന്നുവെന്നാണ് ചിലർ പറയുന്നത്. സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പേരുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. എന്തായാലും വിചിത്രമായ ചിന്തയായി പോയി വിജയുടേത്. നിങ്ങളുടെ പേരിടൽ ഭയങ്കരം തന്നെ. ആത്മജയായിരുന്നു ഇതിലും ഭേദം. പേര് കുട്ടികൾക്ക് ഭാരമാകരുത്. ആത്മജ, ഓം പരമാത്മ. ഇവർ വലുതാകുമ്പോൾ സന്യാസിനി ആയാൽ ഈ പേരുകൾ നന്നായി ചേരുന്നതാണ്. കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ നിങ്ങളോട് ഉറപ്പായും ചോദിക്കും, ഞങ്ങളോടിത് വേണമായിരുന്നു എന്ന്. പേര് നല്ലതൊക്കെ തന്നെയാണ്. ആത്മജ എന്നത് മോൾക്കും പരമാത്മ എന്നത് മോനും ഇടാമായിരുന്നു. പിന്നെ നിങ്ങളുടെ മക്കളുടെ പേര് നിങ്ങൾ തന്നെയാണ് ഇടേണ്ടതെന്നൊക്കെയുള്ള കമന്റുകളും ഉണ്ട്. അതേസമയം അടുത്തിടെ വിജയ് പങ്കിട്ട മറ്റൊരു വീഡിയോയിൽ തന്നെ പറ്റിയുള്ള കമന്റുകൾ വന്നത് വായിച്ച് ഭാര്യ ദേവിക റൂമിലിരുന്ന് ഒരുപാട് കരഞ്ഞുവെന്നും വിജയ് പറയുന്നു. പബ്ലിക്കിന് തോന്നുന്നത് അവർക്ക് പറയാൻ കഴിയും, കാരണം താനിടുന്നത് പ്രൈവറ്റ് വീഡിയോസ് അല്ലല്ലോ എന്നും വിജയ് മാധവ് ചൂണ്ടിക്കാണിക്കുന്നു. കമന്റുകളെല്ലാം താൻ വായിക്കുമെങ്കിലും തനിക്ക് വേണ്ടത് മാത്രമേ താൻ എടുക്കാറുള്ളൂ. ചില കമന്റുകളൊക്കെ ബോഡി ഷേമിങ്ങിന്റെ പീക്കാണെന്നും വിജയ് മാധവ്
പറയുന്നു. താൻ തെറ്റ് ചെയ്തതായി തനിക്ക് തോന്നിയിട്ടില്ല. വളരെ ബോധ്യത്തോടെയാണ് താൻ തന്റെ കുട്ടിക്ക് പേരിട്ടത്. ആ വീഡിയോ ഇട്ടപ്പോൾ പ്രസവം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് ദേവിക കംഫർട്ടബിൾ അല്ലായിരുന്നു. ശബ്ദവും ഉണ്ടായിരുന്നില്ല. അത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു കാണുമെന്ന് തോന്നുന്നുവെന്നാണ് വിജയ് മാധവ് പറയുന്നത്. ദേവികയുടെ പെർമിഷൻ ഇല്ലാതെയാണ് പേരിട്ടതെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പണ്ട് ആരോടും അഭിപ്രായം ചോദിച്ച് ചെയ്യുന്നയാളായിരുന്നില്ല താൻ. കാരണം എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് തനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. എടുത്തു ചാടി ഒന്നും ചെയ്യാറുമില്ല താൻ. പക്ഷെ വിവാഹത്തിന് ശേഷം അതൊക്കെ മാറി. എന്ത് കാര്യം ചെയ്യുമ്പോഴും ദേവികയോട് പറഞ്ഞ് അഭിപ്രായം ചോദിച്ച് പെർമിഷൻ എടുത്ത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നും വിജയ് മാധവ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. താൻ ദേവികയെ അടിമയാക്കിയിരിക്കുകയാണ്, താൻ സൈക്കോയാണ്, നാർസിസ്റ്റ് ആണ് എന്നൊക്കെയുള്ള കമന്റുകൾ താൻ കണ്ടിരുന്നു. അതിന്റെ ഷെയ്ഡ്സ് നിങ്ങൾ തന്നിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ബേസിക്കലി തനിക്ക് അങ്ങനെയുള്ള രോഗാവസ്ഥയൊന്നും ഇല്ല എന്നാണ് വിജയ് മാധവ് പറയുന്നത്. കുട്ടിക്ക് താനിട്ട പേരിൽ പേടിക്കുവാനോ ആരെയും വിഷമിപ്പിക്കുന്നതോ ഒന്നുമില്ലെന്നാണ് താൻ കരുതുന്നത്. ആ പേരിന്റെ അർത്ഥത്തെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയുവാനുണ്ട്. ആ ഒരു പേരിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തമായ ധാരണയില്ലായിരിക്കാം. താൻ ആ പേരിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ സെൻസിൽ മാത്രമേ എടുക്കൂ. ഞാനെന്ന് പലയിടത്തും പറയുന്നത് തനിക്ക് ബോധ്യം വന്നത് എന്ന അർത്ഥത്തിലാണെന്നാണ് ഇയാൾ പറയുന്നത്. തനിക്കിത് വർക്കിംഗ് ആണെന്നാണ് താൻ ഉദ്ദേശിക്കുന്നത്. 2.25-3 വയസ്സ് മുതൽ ഭഗവത്ഗീത പഠിച്ച് ജപിച്ചു തുടങ്ങിയ ആളാണ് താൻ. എഴുന്നേൽക്കുമ്പോൾ ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം തനിക്കുണ്ടായിരുന്നു. ശരിയെന്ന് താൻ കരുതുന്ന അറിവുകൾ തന്റെ കുട്ടികൾക്ക് താൻ പറഞ്ഞു കൊടുക്കേണ്ടേ എന്നൊരു ചോദ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ് വിജയ് മാധവ്. ഓം പരമാത്മ ഒരുപാട് പവറുള്ള പേരാണ്. അതിന്റെ ഗുണങ്ങൾ കുട്ടിക്ക് കിട്ടണം. അതല്ലാതെ തന്റെ കുട്ടിയെ സന്യാസിയാക്കാൻ വേണ്ടിയല്ല ആ പേരിട്ടതെന്നാണ് വിജയ് മാധവ് പറയുന്നത്. തന്റെ മൂത്ത മകന് ആത്മജ മഹാദേവ് എന്ന് പേരിട്ടപ്പോഴും വിജയ്ക്ക് ഇത്തരത്തിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതാണ്. അതേസമയം വിവാഹത്തിന് ശേഷമാണ് ഫാമിലി ബ്ലോഗിംഗിലേക്ക് ഗായകൻ വിജയ് മാധവും നടി ദേവിക നമ്പ്യാരും ഇറങ്ങുന്നത്. നെഗറ്റിവിറ്റിയും ട്രോളുകളും വിമർശനങ്ങളും അധികമൊന്നും ലഭിക്കാതിരുന്ന ദമ്പതികൾക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ആദ്യത്തെ കുഞ്ഞിന് പേരിട്ടപ്പോഴായിരുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതരായ ഇരുവരും 2 കുട്ടികളുടെ മാതാപിതാക്കളാണിപ്പോൾ. ഈ കഴിഞ്ഞ മാസമാണ് ഇരുവർക്കും പെൺകുഞ്ഞു പിറക്കുന്നത്. ഓം പരമാത്മ എന്നാണ് ദമ്പതികൾ കുഞ്ഞിന് പേരിട്ടത്. എന്നാൽ പ്രേക്ഷകർക്കും ഇവരുടെ ആരാധകർക്കും ഈ പേര് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വിജയ്ക്കും ദേവികയ്ക്കും നേരിടേണ്ടി വരുന്നത്. വിജയുടെ അന്ധവിശ്വാസമാണ് മകൾക്ക് ഇങ്ങനെ ഒരു പേരിടാൻ കാരണമെന്നും കമന്റുകൾ വന്നു. കൂടാതെ തന്നെ ദേവികയെ വിജയ് അടിമയെ പോലെയാണ് കൊണ്ടു നടക്കുന്നതെന്നും ഇയാൾ സൈക്കോ ആണെന്നുമെല്ലാം കമന്റുകൾ വന്നു. ഇപ്പോൾ ആ പുതിയ വീഡിയോയിലൂടെ തന്റെ ഭർത്താവിനെ വിമർശിച്ചവർക്കുള്ള മറുപടി നൽകുകയാണ് ദേവിക നമ്പ്യാരും. വിജയ് ഒരു സൈക്കോ ആയിരുന്നുവെങ്കിൽ തങ്ങളുടെ ദാമ്പത്യം 3-ാം വർഷത്തിൽ എത്തുകയില്ലായിരുന്നുവെന്നാണ് ദേവിക പറയുന്നത്. ആത്മജിയുടെ ജനനം മുതലാണ് തങ്ങളെ ബുള്ളിങ് നേരിടുന്നത്. അതുപോലെ തന്നെ 9 മാസം വരെ തങ്ങളുടെ കുട്ടിയായ ആത്മജിക്ക് വളർച്ച കുറവായിരുന്നു. അതിനുശേഷം വളരുന്നുണ്ട്. എന്നാൽ പക്ഷേ വളർച്ച കുറവായതിന്റെ പേരിൽ പല അസുഖങ്ങളും ആത്മജിക്ക് ഉണ്ടെന്ന് വരെ പലരും പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ ചില കമന്റുകളിൽ അത്തരം വാക്കുകൾ കണ്ട് താൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നാണ് ദേവിക പറയുന്നത്. വിവാഹത്തിന് മുമ്പ് വിജയെ കുറിച്ച് തന്നോട് മോശം പറഞ്ഞവരുണ്ട്. ഒരു സൈക്കോയാണോ വിവാഹം കഴിക്കുന്നതെന്ന് ആളുകൾ തന്നോട് ചോദിച്ചിട്ടുണ്ട്. താൻ ഇതിന് പ്രതികരിക്കേണ്ട എന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ പക്ഷേ ഈ കോലാഹലങ്ങൾ ഇന്നലെ വരെ അറിഞ്ഞ ആളുമല്ല താൻ. പക്ഷെ ചിലത് പറയണമെന്ന് തനിക്ക് തോന്നി. നിങ്ങൾ കാണുന്നത് തങ്ങളുടെ ലൈഫിലെ 10-15 മിനിറ്റ് മാത്രമാണ്. ഒരു സൈക്കോയായ ആളുടെ ഒപ്പമൊന്നും ഒരു ദിവസം പോലും കഴിയാൻ തനിക്കാകില്ല. 3 വർഷമാകുന്നു തങ്ങൾ ഒരുമിച്ച് കഴിയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ കാണുന്നത് പോലെ താൻ അത്ര പൊട്ടിയായ ആളൊന്നുമല്ല. ഇൻഡിപെൻഡന്റ് ആയ ആള് തന്നെയാണെന്നാണ് ദേവിക പറയുന്നത്. കേപ്പബിലിറ്റി തന്നെക്കാൾ ഇദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നതും അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഭർത്താവാണെന്നാണ് ഭർത്താവ് വിജയ് മാധവനെ പറ്റി ദേവിക നമ്പ്യാർ പറയുന്നത്. തങ്ങൾ തങ്ങളുടെ സന്തോഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഈ നിമിഷത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളാണ് തങ്ങൾ. വലിയ വീടോ കാറോ ഒന്നും തങ്ങൾക്ക് സ്വപ്നങ്ങളിലില്ല. വളരെ ഈസി ആയിട്ടാണ് തന്നോട് വിജയെ ഡിവോഴ്സ് ചെയ്യാൻ ആളുകൾ പറയുന്നത്. എന്നിട്ട് താൻ എങ്ങോട്ടാണ് ഓടിപ്പോകേണ്ടതെന്നൊരു ചോദ്യവും മുന്നോട്ട് വെക്കുകയാണ് ദേവിക നമ്പ്യാർ. താൻ താഴ്ന്നല്ല നിൽക്കുന്നതെന്ന് തനിക്കറിയാം. തനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പാർട്ട്ണർ വിജയാണ്. തങ്ങൾ വളരെ സാധാരണമായി ജീവിക്കുന്ന കുടുംബമാണ്. പിന്നെ തങ്ങളുടെ വീഡിയോയ്ക്ക് പുരുഷന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റുകൾ ഇട്ടത് സ്ത്രീകളായിരുന്നുവെന്നും ദേവിക പറയുന്നു. അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച ആളാണ് വിജയ് എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇല്യൂഷൻ. അങ്ങനെ അന്ധവിശ്വാസമുള്ള ആളല്ല മൂപ്പർ. ഈ വിവാഹം ജാതകവശാൽ ചേരില്ല എന്ന് പറഞ്ഞിട്ടും ഈ വിവാഹം നടന്നതാണ്. ഈ വിവാഹം നടന്നാൽ മൂപ്പര് തട്ടിപ്പോകുമെന്ന് പോലും പറഞ്ഞവരുണ്ട്. എന്നിട്ട് നമ്മൾ ജീവിക്കുന്നു സന്തോഷത്തോടെ. നാളെ എന്തുമായിക്കോട്ടെ തങ്ങൾ ഇന്ന് ഹാപ്പിയാണെന്നാണ് ദേവിക പറയുന്നത്. എല്ലാവരും പോകുന്ന വഴിയിൽ നിന്നും അല്പം മാറി സഞ്ചരിച്ചാൽ തന്നെ വട്ടാണെന്ന് ആളുകൾ പറയുമെന്നും വിജയ് മാധവ് പ്രതികരിച്ചുകൊണ്ട് പറയുന്നു. താൻ ദേവികയെ ബഹുമാനിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് വിജയ് ചോദിക്കുന്നത്. അവരിലെ ആർട്ടിസ്റ്റിനെ താൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് താങ്കൾ എന്ന് വിളിക്കുന്നത്. പിന്നെ പേഴ്സണൽ ലൈഫിൽ തങ്ങൾ സംസാരിക്കുന്നത് ബ്ലോഗാക്കാൻ കഴിയില്ലല്ലോ എന്നുകൂടി പറയുകയാണ് വിജയ് മാധവ്. താൻ ദേവികയ്ക്ക് ഒരുപാട് സ്പേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സൈഡിൽ നിന്നും പരാതിയുമുണ്ട്.
തന്റെ അമ്മയുടെ ചില സുഹൃത്തുക്കൾ തന്നെ വിളിച്ച് വിജയ് നല്ല ചെറുക്കനായിരുന്നല്ലോ, ഇപ്പോൾ വെറും പെൺകോന്തനായല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സൈഡും തനിക്കുണ്ട്. തന്റെ കുഞ്ഞ് എപ്പോഴെങ്കിലും അവളുടെ പേര് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ താൻ ഒരിക്കലും എതിർക്കില്ല. തന്റെ മക്കൾക്ക് വേണ്ടത് താൻ പറഞ്ഞു കൊടുക്കും. ചൂസ് ചെയ്യുക എന്നത് മക്കളുടെ നിശ്ചയം പോലെയാണ്. കമന്റ്സുകൾ കാണുമ്പോൾ ഒന്നും സീരിയസ് ആയി എടുക്കേണ്ട എന്ന് താൻ ദേവികയോട് പലപ്പോഴും പറയാറുണ്ടെന്നാണ് വിജയ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.